പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 നേഷൻസ് വിസിറ്റിലാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇത്തരത്തിലൊരു വിസിറ്റ് നടത്തിയിരുന്നു. ഏതാണ്ട് 5ഓളം രാജ്യങ്ങളിലേക്ക് 8 ദിവസങ്ങൾ കൊണ്ട് നടത്തിയിട്ടുള്ള സന്ദർശനം. അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇത്തവണത്തെയും അദ്ദേഹത്തിൻ്റെ സന്ദർശനം വളരെയധികം പ്രത്യേകതകളും സവിശേഷതകളുമൊക്കെ ഉള്ളതാണ്. അദ്ദേഹം പോയത് ജോർദാനിലേക്കും എത്യോപ്യയിലേക്കുമൊക്കെയാണ്. എന്താണ് ഇപ്പോൾ ഇത്രയേറെ വലിയ വിഷയം ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിക്സിനെ നയിക്കാനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുന്ന സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി എത്യോപ്യയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ 16 മുതൽ 17 വരെ, അതായത് ഇന്നും നാളെയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ എത്യോപ്യ സന്ദർശനം കൂടിയാണ് ഈ വർഷത്തെ 3ാമത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനവുമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. 2026 ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം, അതായത് നമ്മളായിരിക്കും ഇനി ബ്രിക്സിനെ നയിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന സന്ദർശനം കൂടിയാണിത്. ആഗോള ദക്ഷിണ സഹകരണം, ഉഭയകക്ഷി ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, ബ്രിക്സിനും UN ചട്ടക്കൂടിനുമൊക്കെ ഉള്ളിലുള്ള ഒരു ഏകോപനം, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു സന്ദർശനത്തിന് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദി എത്യോപ്യയിലേക്ക് പോകുന്നത്. മോദിയുടെ എത്യോപ്യയിലേക്കുള്ള ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം കൂടിയാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞു, 3ാമത്തെ ആഫ്രിക്കൻ സന്ദർശനമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. 2026 ജനുവരി 1 ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ വരികയും ചെയ്യുന്നത്. ജോർദാനിലെ സന്ദർശനത്തിനും ഒമാൻ സന്ദർശനത്തിനും മുമ്പുള്ള അതിൻ്റെ ഒരു 2ാം ഘട്ടമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാനും സാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ മോദിയുടെ എത്യോപ്യ സന്ദർശനം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള ബന്ധം ആധുനിക നയതന്ത്ര ബന്ധങ്ങൾക്ക് മുമ്പുള്ളതും വ്യാപാരം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലേക്ക് വേരൂന്നിയതുമായിട്ടുള്ള ഒരു നീണ്ട ചരിത്രം ഇന്ത്യക്കും എത്യോപ്യയ്ക്കും തമ്മിൽ ഉണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും എത്യോപ്യ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മോദിയുടെ സന്ദർശനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് എന്നുള്ളത് എത്യോപ്യയിലെ ഇന്ത്യൻ അംബാസഡർ അനിൽ കുമാർ റായ് പറയുകയും ചെയ്യുന്നുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നത്. എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിശാലാർത്ഥത്തിലുള്ള അതിൻ്റെ സഹകരണമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ പോകുന്ന തരത്തിലായിരിക്കും. ഗ്ലോബൽ സൗത്തിലെ പങ്കാളികളാണ്. ആ നിലയിൽ തന്നെ സൗഹൃദത്തിൻ്റെയും ഉഭയകക്ഷി സഹകരണം, ബിലാറ്ററൽ സഹകരണത്തിൻ്റെയൊക്കെ അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും ഒരു പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനിയുള്ള പോക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രിക്സ് കൂട്ടായ്മയുണ്ട്. ആ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് എത്യോപ്യ അടുത്തിടെയാണ് പ്രവേശിച്ചത്. അതായത് എത്യോപ്യ അടുത്തിടെയാണ് ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. 2006 ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള UN ജനറൽ അസംബ്ലിക്കിടെ നടന്നിട്ടുള്ള ബ്രിക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഔപചാരികമായിട്ടുള്ള ഒരു രൂപമൊക്കെ നൽകിയത്. ഇതിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് 2009 റഷ്യയിലാണ്. 2010 ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ഗ്രൂപ്പ് ബ്രിക്സ് ആയിട്ട് മാറുകയാണ്. അതുവരെ ബ്രിക് ആയിരുന്നു, പിന്നീട് അത് ബ്രിക്സ് ആയി മാറുകയാണ് ദക്ഷിണാഫ്രിക്ക കൂടി വന്നതോടെ. 2023 ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ അധ്യക്ഷതയിൽ ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് 2024 ഔപചാരികമായിട്ട് ബ്രിക്സിൽ ചേരുകയാണ്. എത്യോപ്യയ്ക്കൊപ്പം ഈജിപ്റ്റ്, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ കൂടി, എന്നീ രാജ്യങ്ങൾ കൂടി ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എത്യോപ്യയുടെ ഉൾപ്പെടുത്തലിനെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്യോപ്യ വരുന്നതിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ്. അത് ഇന്ത്യ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എത്യോപ്യയ്ക്ക് സത്യത്തിൽ അതിലുള്ള ഒരു
ഇന്ത്യയോടൊരു കടപ്പാടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2026 ബ്രിക്സിന് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി മോദിയുടെ സന്ദർശന വേള കൂടിയാണ്. ജനുവരി 1 2026 ജനുവരി 1 ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യ വരുന്നു. അതിനോടനുബന്ധിച്ചിട്ടാണ് മോദി എത്യോപ്യയിലേക്ക് കൂടി പോകുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിങ്ങിൻ്റെ ഭാവി എന്തായിരിക്കും? അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഈ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഏകോപനം എങ്ങനെയൊക്കെ വരും? UN പരിഷ്കാരങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ പങ്കിട്ട നിലപാടുകളൊക്കെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. മോദി എത്യോപ്യ സന്ദർശിക്കുമ്പോൾ മോദി ഏത് രാജ്യം സന്ദർശിച്ചാലും വിഷയമാണ്. മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കുന്നത് പോലെയല്ല. മോദി എവിടെ പോകുന്നു അതെല്ലാം വലിയ വാർത്തയായിട്ട് മാറാറുണ്ട്. കാരണം അദ്ദേഹം വെറുതെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നയാളല്ല. പക്ഷേ അതുപോലെ തന്നെയാണ് പുടിനും. പുടിന് ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യയിലെ സന്ദർശനം എന്ന് പറയുന്നതും വലിയ വാർത്തയായി. കാരണം രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, രണ്ട് കൂട്ടുകാരായിട്ടുള്ള വളരെ അടുപ്പമുള്ള രണ്ട് പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നുള്ള നിലയിലേക്കും ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ള തരത്തിലുമൊക്കെ ആ ഒരു കൂടിക്കാഴ്ച വലിയ വാർത്താ പ്രാധാന്യം നേടി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജോഹന്നാസ്ബർഗിൽ 2023 നടന്നിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് മോദിയും എത്യോപ്യൻ പ്രധാനമന്ത്രിയും അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നടന്നിട്ടുള്ള സംസാരത്തിനിടെ പാർലമെൻ്ററി കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വികസന പങ്കാളിത്തങ്ങൾ, ശേഷി വർദ്ധിപ്പിക്കൽ, വ്യാപാരം, നിക്ഷേപം, വിവരസാങ്കേതിക വിദ്യ, പ്രതിരോധ സഹകരണം, കൃഷി, യുവജന നൈപുണ്യ സംരംഭങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ജനങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചയൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഇതിന് ആഗോള ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ നേതൃത്വം വരുന്നതിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എത്യോപ്യൻ പ്രധാനമന്ത്രി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2024 മോദി അധ്യക്ഷത വഹിച്ചിട്ട് 3ാമത്തെ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് ഡയലോഗിൽ എത്യോപ്യൻ പ്രധാനമന്ത്രിയും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം സെക്കൻഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ ഉദ്ഘാടന നേതാക്കളുടെ സെഷനിലും എത്യോപ്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്യോപ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് എന്ന് കൂടി നമുക്ക് പറയാം. ഇന്ത്യയുടെ വാണിജ്യ വകുപ്പിൻ്റെ ഒരു കണക്ക് പ്രകാരം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയുന്നത് $571.52 മില്യൺ ആയിട്ടുണ്ട്. ഈ കാലയളവിൽ ഇന്ത്യയുടെ എത്യോപ്യയിലേക്കുള്ള കയറ്റുമതി എന്ന് പറയുന്നത് $489.59 മില്യൺ ആയിരുന്നു. അതേസമയം തന്നെ ഇറക്കുമതി $81.93 മില്യൺ മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ കയറ്റുമതിയിൽ പ്രധാനമായിട്ടും സെമി ഫിനിഷ്ഡ് ഇരുമ്പ്, ഉരുക്കുൽപ്പന്നങ്ങൾ, ഔഷധങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ലോഹ നിർമ്മാതാക്കൾ എന്നിവയൊക്കെ ഉണ്ട്. എത്യോപ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട ഇറക്കുമതി എന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ, വിത്തുകൾ, തുകൽ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വിലയേറിയ കല്ലുകൾ, അതായത് ജെംസ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ വ്യാപാരത്തിനും അപ്പുറവും എത്യോപ്യയുടെ ഏറ്റവും മികച്ച 3 നിക്ഷേപ പങ്കാളികളിൽ ഒരാൾ കൂടിയാണ് ഇന്ത്യ. ഏകദേശം 650 ഇന്ത്യൻ കമ്പനികളാണ് എത്യോപ്യയിൽ $5 ബില്യൺ നിക്ഷേപങ്ങൾക്ക് അടിത്തറ പാകിയിട്ടുള്ളത്. അപ്പോൾ ആ നിക്ഷേപങ്ങൾക്കെല്ലാം അവിടെ ലൈസൻസ് കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏകദേശം $3 ബില്യൺ ഈ പറയുന്ന രീതിയിലൊക്കെ കണക്കാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കൃഷി, പൂക്കളുടെ കൃഷി, പരുത്തി, തുണിത്തരങ്ങൾ, നിർമ്മാണം, എഞ്ചിനീയറിംഗ്, അങ്ങനെ വേണ്ടുന്ന വൈവിധ്യമാർന്നിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു കയ്യൊപ്പ് എത്യോപ്യയിലും പടർന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ ഇന്ത്യയിൽ നിന്ന് ദീർഘകാല വായ്പ ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നതും എത്യോപ്യയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്യോപ്യയിൽ മോദിക്ക് ഏതെല്ലാം മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ തരം കാര്യങ്ങളിലും തന്നെ മോദിക്ക് വലിയ രീതിയിലുള്ള കയ്യൊപ്പുകൾ ചാർത്തി പോരാനായിട്ട്
കഴിയും എന്നുള്ളതാണ്. ഇന്ത്യ എത്യോപ്യ ബന്ധം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തന്നെ ഇന്ത്യൻ സമൂഹത്തിന് എത്യോപ്യയിൽ വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെയും അവിടെയുള്ളത്. ഇന്ന് എത്യോപ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 2500 എത്യോപ്യയുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഇന്ത്യക്കാരുണ്ട്. ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇന്ത്യക്കാർ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മോദിയുടെ സന്ദർശനം വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിക്സിൻ്റെ നായകസ്ഥാനത്തേക്ക് ഇന്ത്യ വരിക കൂടി ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ മോദിയുടെ ഈ ഒരു എത്യോപ്യൻ സന്ദർശനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.